എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് അബുദാബിയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്ത് സ്വാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുത്തെ ഒരു ഫാം ഹൗസിലാണ്. അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഞങ്ങൾ ഏകദേശം 30 പേരുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫാമായിരുന്നു. ഒരു ദിവസം, അതായത് ഞങ്ങൾ വൈകിട്ട് 5 മണിക്ക് അവിടെ എത്തി. പിറ്റേന്ന് 4 മണിക്കാണ് ടൈം, പക്ഷേ 5 മണിയോളം ആയിരുന്നു. പിറ്റേന്ന് 4 മണി വരെ ഞങ്ങൾക്ക് സമയമുണ്ട്, പക്ഷേ ഞങ്ങൾ 1 മണിയാകുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. ഇവിടുത്തെ കാഴ്ചകളാണിത്. നല്ല ഫാമിലി ആയിട്ടും എല്ലാം താമസിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണത്. അബുദാബിയിലുള്ള ഞങ്ങൾ തളിപ്രമ്പാരൊക്കെ ഏകദേശം 30 പേരുണ്ടായിരുന്നു. ഞങ്ങളവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാനാണ് പോയിരുന്നത്. ഇവിടെ 3 ബെഡ്റൂമാണുള്ളത്, പിന്നെ ഒരു മജ്ലിസും, അതുപോലെ സ്വിമ്മിംഗ് പൂളും. ഫാമിലിയൊക്കെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം തന്നെയാണ്. ഇതാണ് മജ്ലിസ്. നോക്കിയാൽ മജ്ലിസിൻ്റെ വലുപ്പം നോക്കിയേ. എല്ലാവരും സൊറ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം വന്നതേ ഉള്ളൂ, ഒന്നും ചൂടായിട്ടില്ല എല്ലാവരും. പിന്നെ ഇത് പുറത്തൊരു പ്ലേ ഗ്രൗണ്ടാണ്. അതൊക്കെ നന്നായിട്ടുണ്ടത്. പിന്നെ ഫുഡൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഞങ്ങൾ കിച്ചണൊക്കെ സൗകര്യമുണ്ട്, ഗ്യാസും എല്ലാ സൗകര്യമുണ്ട്. ഞങ്ങൾ ആദ്യം തുടങ്ങിയ രാത്രിയേക്കുള്ള ഫുഡ്, ഫസ്റ്റ് പ്രോഗ്രാം ചെയ്യുന്നത് രാത്രിയേക്കുള്ള ഫുഡിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാണ്. ആദ്യം പരിപ്പ് കറിയാണ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ ബീഫ് കറിയും നെയ്ച്ചോറുമാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ കിച്ചണൊക്കെ നല്ല സൗകര്യമുണ്ട്, ഇവിടെ പാത്രങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരുപാട് ആൾക്കാരിലുണ്ട്, പാത്രങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് കൊണ്ടുപോയത്. കിച്ചൺ സൗകര്യം, ഫ്രിഡ്ജും മറ്റേ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഗ്യാസും എല്ലാ സൗകര്യമുണ്ട്. ഞങ്ങൾ ബീഫിൻ്റെ കറി ഉണ്ടാക്കേണ്ട ഒരുക്കം തുടങ്ങി. മസാലയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ബീഫിലെല്ലാം മസാലയൊക്കെ ഇട്ടങ്ങ് അടുപ്പത്ത് വെച്ചു. അന്നങ്ങാതെ തിളച്ച് വരുന്നുണ്ട്. എല്ലാവരും ഒപ്പനയൊക്കെ കളിക്കുകയാണ്. നമുക്ക് അവിടേക്കൊന്ന് പോവാം. കറിയും നെയ്ച്ചോറൊക്കെ ആകുന്ന കുറച്ച് പേര് അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. ബാക്കിയുള്ള ഒപ്പനയൊക്കെ കളിച്ച് എൻജോയ് ചെയ്യാണ്. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടായത് ഒപ്പനയിലൂടെയാണ്. എല്ലാവരും ഇറങ്ങിയിരുന്ന്. ആദ്യം ചില ആൾക്കാർക്കൊക്കെ ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. എന്തോ മത്സരം നടത്തേണ്ട പരിപാടി, ബലൂണുണ്ട്. എന്താണെന്ന് അറിയില്ല, നോക്കട്ടെ. ബലൂണുണ്ട്. എന്താ പരിപാടി? അല്ലല്ല, ബേക്കിൽ വെച്ച് ഒളിപ്പിച്ചിട്ട് ഏറ്റവും ഫസ്റ്റ് സമ്മാനം. ഓക്കെ, ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നെയ്ച്ചോറ് വെക്കേണ്ട പരിപാടിയാണ്. ആരാ നെയ്ച്ചോറ് വെക്കുന്ന? ആരാ? അബൂബക്കർ. തുടങ്ങിയ നെയ്ച്ചോറ് പഠിപ്പിച്ചറിഞ്ഞേ. നേരത്തെ എന്തെല്ലോ പറയുന്നതായിട്ടോ, എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. ഗെയിം പലതും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബലൂൺ പൊട്ടിക്കൽ നടക്കാൻ ഞാൻ പങ്കെടുത്ത വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ബോൾ പാസിങ് നടക്കുന്നുണ്ട്, അതൊന്ന് കാണാം. അപൂർവമായിട്ടാണ് ഞങ്ങൾ നാട്ടുകാരിങ്ങനെ ഒത്തുകൂടാറ്. ഇവിടെ സമ്മർ കഴിഞ്ഞ് വിൻ്റർ തുടങ്ങുകയാണ്, അതിനിടയ്ക്കുള്ളൊരു ഇതാണ്. ഇപ്പം നല്ല ഈ ഫാമിൽ ചെറിയ ബഡ്ജറ്റാണ്. 1500 ദിറംസാണ് ഇതിൻ്റെ ഒരു ദിവസത്തെ റെൻറ്റ്. നല്ല പ്രൈവസി ഉണ്ട്, ആരും തിരിഞ്ഞു നോക്കില്ല. അത്രയും നല്ല ഇതാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. മത്സരം മുറുകുന്നുണ്ട്. 5 പേരെ ഇപ്പോൾ ഉള്ളത്. ഇനി 3 പേര് വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്.
ഗെയിം കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഇപ്പോൾ സമയമായി. ഇപ്പോൾ എല്ലാവരും സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി. എല്ലാവരും ഇറങ്ങിയില്ല, കുറച്ച് പേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആളുണ്ടാ അതന്നെയാണോ? വെളിച്ചില്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. ബാക്കി ആൾക്കാരൊന്നും ഇറങ്ങിയിട്ടില്ല ആൾക്കാരല്ലോ. വെള്ളത്തിൽ നിന്ന് കുളിച്ച നെയ്ച്ചോറും ബീഫ് നന്നായിട്ട് കഴിക്കാം. നല്ല അടിപൊളി വ്യൂ ആണ്. ഇതിന് ചുറ്റുമൊക്കെ നല്ല കാണാൻ നല്ല ഇതുണ്ട്. സ്വിമ്മിംഗ് പൂളിൻ്റെ വലിയ സ്വിമ്മിംഗ് പൂളൊന്നുമല്ല, ചെറുതാണ്. അത്യാവശ്യം ആളുണ്ട്. ഒരാളെ ഏകദേശം എല്ലാവരും വന്ന് പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറേ ആൾക്കാർ റൂമിലിരിക്കുകയാണ് തളർന്ന് ഗെയിമൊക്കെ കളിച്ചിട്ട്. അപ്പം ഞാനൊന്ന് പൂളിലേക്ക് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഫുട്ബോളൊക്കെ കളിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനെല്ലാം കളിക്കാൻ ഇറങ്ങിയതുകൊണ്ട് വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും കയറി ഇനി നെയ്ച്ചോറും ബീഫും കഴിക്കേണ്ട ഒരു ഒരുക്കങ്ങളാണ്. ചോറ് കഴിക്കാനുള്ള ഒരുക്കങ്ങൾ ഇതാ. എല്ലാവരും മജ്ലിസിൽ ഭക്ഷണമൊക്കെ വെച്ച്. ഇതൊന്നും ഹോട്ടലിൽ നിന്ന് വാങ്ങിയല്ല, നമ്മളെ പിള്ളേരുണ്ടാക്കിയതാണ്. ബീഫ് കറി, പപ്പായ ചമ്മന്തി, സലാഡ്, പിന്നെ നെയ്ച്ചോറ്. ഇതെന്താ ഫ്രൂട്ട്സൊക്കെ ഇതാക്കിയിട്ടുണ്ട്. ക്ഷീണൊക്കെ ഉണ്ട് മുഖത്തെന്നാലും ഭക്ഷണം കണ്ടിട്ട് ആ ക്ഷീണൊക്കെ മാറി. എല്ലാവരും സന്തോഷത്തേക്ക് ഇന്ന് നല്ല വിഷമമുണ്ട്. എല്ലാവർക്കും നല്ല വിളമ്പുന്നുണ്ട്. ആവി പാറുന്ന നെയ്ച്ചോറ്. വാ പരിപ്പ് കറിയും ഉണ്ടല്ലേ? നെയ്ച്ചോറും പരിപ്പ് കറിയും പിന്നെ ബീഫ് കറിയും അല്ലേ? അടിപൊളി. കപ്പക്ക പൊടിപ്പല്ലേ നമ്മളെ നാട്ടിലെ പപ്പായ. ഇത് ആരുണ്ടാക്കിയത്? കുക്കാണ്. എന്താ ഒരഹങ്കാരില്ലാതെ കുക്ക്. മാങ്ങ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പം നാളെ രാവിലത്തെ എന്താണ് പ്രോഗ്രാം എന്ന് വെച്ചാൽ അതുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.